ഹലോ കൂട്ടുകാരെ, മമ്മീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പൂവൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ വന്നിരിക്കുന്നത്. ഈ പൂ കണ്ടോ? ഇതെന്താണെന്നറിയാവോ? നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, അതാണ്. ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ഇതിൻ്റെ ഈ ഇതളുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറും നമ്മുടെ ക്രേപ്പ് പേപ്പറും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഇലകൾ വെട്ടിയെടുത്തിട്ട് ആണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടെന്ന് പറഞ്ഞെന്നാൽ ചെറിയ വയറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ കിടന്ന് അതിൽ ഞാൻ നമ്മൾ ടേപ്പ് ചുറ്റിയിട്ട് എടുത്ത് ഇരിക്കുന്നതാണ്. അതാണ് അങ്ങനെ ചെയ്തത്. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ എങ്ങനെയാണെന്നറിയാവോ? ആദ്യമേ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് വെട്ടിയെടുത്തിട്ട് അതിനെ രണ്ടായി മടക്കണം. മടക്കിയിട്ട് ഈ വിരൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഞൊറിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരണം. രണ്ട് സൈഡിൽ നിന്നും കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് തിരിച്ച് പിടിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ പെറ്റൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ധൃതിക്ക് ചെയ്തത് കൊണ്ട് ഇതിൻ്റെ ഇതെല്ലാം ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്താൽ മതി. ഇതുപോലെ കുറേ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഈ പൂ ഇങ്ങനെ പിടിപ്പിക്കാം. കണ്ടോ? ഇതിങ്ങനെ കുറേ പെറ്റൽസ് വേണം. അതിങ്ങനെ ഒരു ചെറിയ ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വെട്ടിയെടുക്കണം. അതായത് ഇങ്ങനെ നമ്മൾ സാധാ പേപ്പർ, ബുക്ക് പേപ്പറാണേലും മതി. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വെട്ടിയെടുത്തിട്ട് ഒരു റൗണ്ടാക്കി എടുത്തിട്ട് അതിൽ നമ്മൾ ഈ പെറ്റൽസൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓരോ പെറ്റൽസും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിറച്ച് ചുറ്റിനും ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമുക്കത് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുത്തിട്ട് അതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുത്ത് പശ തേച്ചിട്ട് അതിങ്ങനെ ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ ഈ പൂവിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നടുക്കോട്ട് വെച്ച് പശ തേച്ച് ഒട്ടിക്കണം. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് ചുവപ്പും മഞ്ഞയും കൂടെ, ആദ്യം മഞ്ഞ ഇച്ചിരി ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ചുവപ്പ് സ്കെച്ച് കൊണ്ട് ചെയ്താലും മതി. അത് ഞാനിപ്പോൾ സ്കെച്ച് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സ്കെച്ച് വെച്ച് ഒന്ന് ചുവപ്പും കൂടെ തേച്ച് കൊടുക്കണം. അത്രയും ഞാൻ തേച്ചുള്ളൂ. പിന്നെ അടിവശത്ത് നമ്മൾ ഈ ചാർട്ട് പേപ്പറിൻ്റെ ഇത് തന്നെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുട്ടിൽ ഇതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അടിവശത്ത് കണ്ടോ? ഇതിങ്ങനെ ഒട്ടിച്ചിരിക്കുക. തണ്ടിൽ വയറ് കഷ്ണം എടുത്ത് മുറിച്ച് അതിലാണ് ഞാൻ ഈ പൂവ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. നോക്കിക്കേ, കാണാനൊരു ഭംഗിയില്ലേ? ഒരു ഭംഗിയുള്ള പൂവാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ശരി.